തുടക്കത്തിൽ എല്ലാരും കല്ലെറിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോ പല നെഗറ്റീവ്സ് എനിക്കുണ്ട്. ഇത് കാരണം ഇത് കേരളത്തില് ഞാനേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി വേറെ ആരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവരെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരണ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരുപാട് നെഗറ്റീവ് വന്നു. ഇങ്ങനെയാണ് കല്യാണം നോക്കുക, നാട്ടുകാരെ മൊത്തം അറിഞ്ഞില്ല, അതാ ഇതാന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഉള്ളവര് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പേ ജനിക്കേണ്ട ആളുകളായിരുന്നു. അതുപോലെ എന്തോ കൊണ്ട് ഇപ്പം ജനിച്ചു പോയതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് 2024 ഈ കാലഘട്ടത്തിൽ ഒരു വീഡിയോ എടുത്ത് കല്യാണം നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമല്ല, ഇല്ലേ? ഇപ്പൊ ക്യാരക്ടർ നോക്കിയിട്ടല്ലടാ ഓരോരുത്തർ കല്യാണം കഴിക്കാൻ മുമ്പോട്ട് വരുന്നേ. പേഴ്സണാലിറ്റി പണ്ടത്തെ പോലെ നല്ല തറവാട്ടിലെ ഒരു പയ്യനുണ്ട്, എന്നാ ഈ കെട്ടിക്കോ അല്ലേ എന്ന് പറഞ്ഞ് മിന്നുവിനോട് ഉമ്മ പറഞ്ഞ പോലെ ഒന്നും ഇപ്പൊ ആളുകൾ അക്സെപ്റ്റ് ചെയ്യൂലോ. ക്യാരക്ടർ മസ്റ്റ് ആണ്. ഡിഫറെന്റ് ലേബിൾഡായ ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ ഓരോരു ടോക്കിംഗ് സ്റ്റൈല്, പിന്നെ അവരെ നടത്തത്തിന്റെ രീതികൾ, ഇതൊക്കെ കണ്ട് നമ്മളൊരു സ്വീകരണം നമ്മള് റൂമിൽ ഇരുന്ന് ഇവർക്ക് കാണാൻ പറ്റുമോ? എനിക്കൊരു പറ്റുമോ? ഇല്ലയോ? അതൊരു പെണ്ണ് കാണലാണ് ശരിക്ക്. അപ്പൊ അതവിടെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ മുമ്പോട്ട് വരിക. പക്ഷെ ഈ ഒരു കാര്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല. നിങ്ങളുടെ ഈ ചാനൽ വഴി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ ഒരുപാട് കുട്ടികൾക്ക് ലൈഫ് കിട്ടും. കാരണം ഇത് ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലാണ്, ഇതിന്റെ പുറത്ത് ഇത് കടക്കാൻ പറ്റുന്നില്ല. മറ്റ് കാസ്റ്റിലുള്ള ഇത് ഹിന്ദു, ക്രിസ്ത്യൻ അതിലൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ട് വിളിക്കണം. ഒരുപാട് ആൺകുട്ടികൾ വിളിക്കുന്നുണ്ട്, ഭിന്നശേഷി മക്കളെ കല്യാണിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പെൺകുട്ടികള് വരുന്നില്ല. മുസ്ലിംസ് ആണ് കൂടുതൽ വിളിക്കുന്നത്. ഇത് പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഇത് മുസ്ലിംസിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യാ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ, ഇവർ ഇങ്ങോട്ട് തന്നെ വിളിക്കണ്ടേ. അപ്പൊ ആ ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല. ഇപ്പൊ ഒരു പയ്യൻ, കൊല്ലത്തുള്ള ഒരു പയ്യൻ വിളിച്ചിട്ട് നിക്ക എന്റെ. ഹലോ, ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റിയാക്ഷൻ വീഡിയോ അല്ല, ഒരു സാധാരണ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാനൊരു പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ഈ ചാനൽ. പിന്നെ വേറെ ഒന്നുമല്ല, ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്നൊരു ഒരു ചാനലുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിനകത്ത് എൻ്റെ ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചാനൽ കണ്ടപ്പോൾ ആ ചാനലിലെ എൻ്റെ ഓണർ ഹംസ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഇൻ്റർവ്യൂ, ഭാര്യയായിട്ടുള്ള ഇൻ്റർവ്യൂ. ഭാര്യയുടെ പേര് മിന്നു എന്നാണ്, നല്ലൊരു ചക്രമോളാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ 7 മാസം ഗർഭിണിയാണ്. 6 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞതാണ്, ഇപ്പോഴാണ് ഗർഭിണിയായത്. അൽഹംദുലില്ലാ നല്ല ഹയറായ ഒരു കുഞ്ഞ് ജനിക്കട്ടെ, നല്ല പൂർണ്ണമായിട്ട് എല്ലാം നല്ല ഐശ്വര്യവും ഇതുള്ള നല്ല രീതിയിൽ നല്ല സുഖമായിട്ടുള്ളൊരു പ്രസവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, മിന്നുമോളുടെ ഞാനിപ്പോൾ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് ഹംസയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ വേറെ കണ്ടായിരുന്നു, അപ്പോഴാണ് ശരിക്കും കാര്യങ്ങൾ അറിയുന്നത്. അതിന് മുമ്പേ ഹംസയുടെ വ്ളോഗും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, എങ്കിലും വലുതായിട്ടൊന്നും ശരിക്കും നോക്കിയിട്ടില്ല. മിന്നുവിൻ്റെ ഈ പറഞ്ഞ മതി കുക്കിങ്ങും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന, ഉമ്മ വരുന്നതും വീട് ശരിയാക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ അതിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് മൊത്തം ഞാൻ മറ്റേതാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ മാരേജിൻ്റെ ചാനലാണ് ഞാൻ കാണുന്നത്, പതിവായിട്ട് കാണുന്നത്. അപ്പം ഞാനിത് ഇത്രയും തുടർന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, മിന്നുവിന് കാഴ്ച ഇല്ലാത്തൊരു കൊച്ചാണ്. അതിന് +2 വരെയിട്ടേ കാഴ്ച ഉണ്ടായിരുന്നു, അതിനുശേഷം കൊച്ചിന് കാഴ്ചയില്ല. ഇതറിഞ്ഞുകൊണ്ടാണ് ഈ ഹംസ കല്യാണം കഴിക്കുന്നതും ഇപ്പോഴും സുഖമായിട്ട് അൽഹംദുലില്ലാ സുഖമായിട്ട് ജീവിച്ചു പോകുന്നതും. അപ്പോൾ ഹംസ ഇങ്ങനെ ഒരു ചാനൽ, അതായത് ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം കൊണ്ട് ഒരു ചാനൽ തുടങ്ങിയത് ഞാൻ വിചാരിച്ച് വെറൈറ്റി ആയിട്ട് തിങ്ക് ചെയ്ത ഒരു വെറൈറ്റി ചാനൽ, ഒരു വെറൈറ്റി ആണല്ലോ, മറ്റുള്ളവരെങ്ങാട്ട് ഒരു വ്യത്യസ്തമായിട്ടൊരു ചാനൽ തുടങ്ങി എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ഹംസയുടെ ജീവിതം എനിക്ക് സാധിച്ചു. എനിക്കൊരു കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കൊച്ചിന് ജീവിതം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അതുപോലെ മനസ്സുള്ള പലവരും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ കൊണ്ടുവന്നാലും ആ ചാനലിലൂടെ ഇങ്ങനെ പരിമിതികളുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ ഇതുപോലെ മനസ്സുള്ള ഒരു നല്ല മനസ്സ് വേണം, ഇതിനൊരു നല്ലൊരു മനസ്സ് വേണമല്ലോ. ആ മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൂടെ ആൾക്കാർക്ക്, പെണ്ണാകട്ടെ ആണാകട്ടെ, അവർക്കൊരു ജീവിതം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണെന്ന് ഞാൻ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാലില്ലേ, എനിക്കങ്ങോട്ട് വളരെയധികം സന്തോഷമായി. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഹംസിങ് ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു.
അപ്പോൾ ഹംസയുടെ ചാനലിൽ പലവിധം ആൾക്കാർ, അതായത് കല്യാണം 10, 48, 50 വയസ്സായ ആൾക്കാർ, കല്യാണം കഴിക്കാൻ പറ്റാതെ നിന്ന് പോയ ആൾക്കാരും, പിന്നെ രണ്ടാം വിവാഹമായിട്ട് 58 വയസ്സുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. കാര്യം ചിലർക്കൊക്കെ ആ സമൂഹത്തിന് മുമ്പിൽ നിന്ന് എനിക്കൊരു കല്യാണം ആലോചിക്കാവോ എന്നൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഹംസയെ കോണ്ടാക്ട് ചെയ്തിട്ട് ഹംസ അവർ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കി അവർ തന്നെ ഡയറക്റ്റ് നിന്ന് ചാനലിനോട് പറയുകയാണ്, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന മാത്ത പരിമിതികളുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ അറിഞ്ഞ് മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ എല്ലാം അറിഞ്ഞ് എൻ്റെ കുറവുകളും എൻ്റെ കുറ്റങ്ങളും എല്ലാം അറിഞ്ഞ് സ്വീകരിക്കുന്ന ഒരാൾ കിട്ടിയാൽ ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞിട്ട് അവർ എന്നെ ഇടാറുണ്ട്. അവർ കോൺടാക്ട് നമ്പറും കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ചാനലിലൂടെ ഒരു 70-ലടുക്കം കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ കേട്ടു. പിന്നെ വേറെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിഞ്ഞില്ല. കാര്യം കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചാനലിൻ്റെ ധർമ്മം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വിധി പോലെയാണ്, ശരിയല്ലേ? ആർക്കും നമുക്ക് ഇപ്പോൾ ഒരു കല്യാണക്കാരൻ നോക്കി ഒരു കല്യാണം കഴിച്ചു, കല്യാണം കഴിപ്പിക്കാൻ ഓക്കെ കല്യാണം കഴിപ്പിച്ചു, പക്ഷേ ആ കല്യാണം നിന്ന് പോകുമോ അല്ലെങ്കിൽ ജീവിതാവസാനം വരെയും പോകുമോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ അവരെ വിധി പോലെയാണ് ഓരോ കാര്യങ്ങൾ. വിധിനെ വിശ്വസിക്കുന്ന ആൾക്കാരങ്ങനെ, അല്ലെങ്കിൽ അവരവരെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അത്രയും കൂടി പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ അതൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ജീവിതങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ ജീവിച്ചു പോട്ടെ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞ് ഹംസ തുടങ്ങിയ ചാനലാണ്. ഏതായാലും ആ ചാനൽ അങ്ങനെ തുടങ്ങിയെങ്കിൽ നല്ലൊരു കാര്യം, ഇങ്ങനെയൊരു മനസ്സ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതും കൂടി ഇതിനകത്തൊരു ഇതായിട്ട് ഹംസ കാണിച്ചു തരുന്നുണ്ട്. ഏതായാലും ഹംസയുടെ ചാനൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഹംസയുടെ. അംസക്കയുടെ വീട്ടില് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഫാമിലിയും ഫ്രണ്ട്സിന്റെ ഒരു റിയാക്ഷൻ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് കട്ട സപ്പോർട്ടായിരുന്നു, പക്ഷെ ഫാമിലിയിൽ നിന്ന് നല്ല എതിർപ്പായിരുന്നു. എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഒന്നും അങ്ങനെയുള്ള ഒരു വിവാഹം നടന്നിട്ടില്ല. അവർക്ക് ഇതൊരു പുതിയ കാര്യമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അവര് എതിർത്ത് എല്ലാം സീനായി എന്നോട് പറഞ്ഞു ആ സിമ്മ് ഒഴിവാക്ക്, അതോടെ കണക്ഷൻ ഒഴിവാകുമല്ലോ. അത്രയും പ്രശ്നങ്ങള്. അവസാനം എന്റെ ഉമ്മാന്റെ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാമാക്ക് മാത്രമാണല്ലോ എന്റെ ഉമ്മാനോട് പറയാനുള്ള അധികാരമുള്ളത്. എന്റെ ഉമ്മാമാന്റെ ഒരു വാക്കാണ് എന്റെ മോൻ ഇഷ്ടമുള്ളവരെ കേട്ടു, അത് ചോദിക്കാ ഇഞ്ഞാരാ, അതെന്റെ ഉമ്മാമൊക്കെ ചോദിക്കാ. അങ്ങനെ ആ ചോദ്യത്തിലാണ് എന്റെ ഉമ്മ സമ്മതിച്ച്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഉമ്മക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതുവരെ ഞാൻ ഹംസയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നമ്പറുകളൊക്കെ കൊടുക്കാറുണ്ട്, അതായത് അവർ ഈ കല്യാണം കാര്യം നടത്തുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന നമ്പറില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഹംസയായിട്ട് ഞാൻ ഇന്ന് വരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. താല്പര്യമുണ്ട്. കാര്യം ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻ്റ് ഇടാറുണ്ട്, താത്ത എനിക്ക് ഇങ്ങനെ ഒരു കല്യാണക്കാര്യം വേണം താത്ത. ഞാനിങ്ങനെ ചില കല്യാണത്തിനെ കുറിച്ച് ഞാനിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പഴയ വീഡിയോസിലൊക്കെ. പ്രായം കൂടിയ ആൾക്കാരാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഞാൻ കല്യാണ കാര്യങ്ങളെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. ചിലത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ വീഡിയോസാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹംസയെ കുറേ ആൾക്കാർ ഇങ്ങനെ വഴക്ക് പറയണൊക്കെ കേട്ടായിരുന്നു. ഒരുപാട് പ്രായമുള്ള ആൾക്കാർ കല്യാണക്കാരെയും ഹംസയിട്ട്. അപ്പോൾ ഹംസനെ ഒരുപാട് ആൾക്കാർ വഴക്ക് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ചിട്ടൊക്കെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പ്രതികരിച്ച് ഞാൻ റിയാക്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വയസ്സിൽ മൂത്ത ആൾക്കാർക്ക് ഇത്ര സൂക്കേടാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് ഞാൻ കണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്കൊരു സപ്പോർട്ട് പോലെയാണ് ഞാനും ഇനി വീഡിയോ ചെയ്തത്. അത് ഹംസയുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ ചാനലിൽ ഒരുപാട് ആൾക്കാർ വന്ന് മെസ്സേജ് അയക്കാറുണ്ട്, എനിക്കിങ്ങനെ ആണ് താത്ത എന്നൊക്കെ. അപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ പറയുവാണ്, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പരിമിതികളുള്ള ആൾക്കാരും പിന്നെ ഒരുപാട് പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാരട്ടാ, ഒരുപാട് പണമുള്ള ആൾക്കാർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊക്കെ പിന്നെ രജിസ്ട്രേഷൻ ചെയ്ത് പിന്നെ കല്യാണക്കാരെ നോക്കാം. അല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ചാനലിലൂടെ കൊടുത്തേക്കാം. അതിൻ്റെ ഉടമ ഹംസയാണ്. ഹംസയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹംസ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കി നിങ്ങളുടെ അത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ അവർ വീഡിയോ എടുത്ത് ചാനലിലിടും. നിങ്ങൾക്ക് പറ്റുന്ന കല്യാണമാണെങ്കിൽ ആലോചിക്കാം. അതൊക്കെ നിങ്ങളുടെ അത് വഴിയെ പോലെ എല്ലാ കാര്യങ്ങളും
നിങ്ങളാണ്. പക്ഷേ ഹംസ ഈ ഒരു ചാനൽ വഴി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെക്കനാണെങ്കിൽ ചെക്കനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് നിങ്ങളാണ്, പെണ്ണാണെങ്കിൽ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതും അവരുടെ ഫാമിലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് എല്ലാം ഓരോരുത്തരാണ്, സെൽഫായിട്ടാണ്. അതിൻ്റെ അകത്ത് ഹംസയായിട്ട് യാതൊരു ബന്ധവുമില്ല, ചാനലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഇങ്ങനെ ഒരു ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹംസയുടെ ഈ കാര്യം കൂടി അറിഞ്ഞപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഹംസയും മിന്നുവിനെയും കൊട്ടുക, നല്ലൊരു കുഞ്ഞ് പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചാനൽ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാര്യം ഞാൻ ഹംസയുടെ 2-3 വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് വരുന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, താത്ത എനിക്കൊരു കല്യാണക്കാരൻ ഇങ്ങനെ വേണം, താത്തനെ കോൺടാക്ട് ചെയ്യണം എങ്ങനെയാണെന്ന്. പക്ഷേ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കൊടുത്തേക്കാം. ഞാനങ്ങനെ ഇൻസ്റ്റയിൽ തുറക്കൽ കുറവായിരിക്കും. ചില വീഡിയോ മാത്രം ഞാൻ ഇട്ടിട്ട് പോകുന്ന വ്യക്തിയാണ്. ഇൻസ്റ്റയായിട്ട് യാതൊരു വലിയ ബന്ധമൊന്നുമില്ല. മിക്കവാറും യൂട്യൂബ് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ശരിക്കും ഒരു ബിസി ലൈഫാണ്. എനിക്ക് ജോബുണ്ട്. ജോബ് കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതും എനിക്കൊരു പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബിസിയാണ്. ഞാൻ മെസ്സേജ് നോക്കുന്നത് വല്ലപ്പോഴെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് നോക്കും, അല്ലാതെ എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല. എങ്കിലും നിങ്ങൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് മാത്രമാണ്. ഹംസയുടെ നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ, പ്രത്യേകിച്ച് പറയാം. ഞാൻ എൻ്റെ ഇൻസ്റ്റ ID ഞാൻ കൊടുത്തേക്കാം. മെസ്സേജ് അയക്കണമെങ്കിൽ അയക്കുക. പിന്നെ എന്നെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഈ യൂട്യൂബിൻ്റെ ഇതൊക്കെ നോക്കോട്ടെ, ഞാൻ കമൻറ്റൊക്കെ നോക്കാറുണ്ട്. അപ്പം നിങ്ങളങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ കമൻറ്റിൽ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനല്ലെങ്കിൽ ഹസ്ബൻഡായാലും നോക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.